എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ഈ 3 ദിവസങ്ങളിലേക്ക് നീണ്ടിരിക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് ഉണ്ടാകണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടുള്ള സ്വാമി ശ്രദ്ധാനന്ദൻ അവരുകളാണ്. യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഹരിജൻ സേവാ സംഘിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ഗാന്ധി സ്മാരക നിധിയുടെ ട്രഷററും ദീർഘകാലമായി കേരളത്തിലുള്ള പല NSS കോളേജുകളിലെയും പ്രിൻസിപ്പാളായി റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ സാറാണ്. ഇത് സർവോദയ മണ്ഡലത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ശ്രീ ബാലകൃഷ്ണൻ കോഴിക്കോടാണ്. ശശീരൻ സാർ സർവോദയ മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെ എനിക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളിലും സജീവമായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഈ ക്യാമ്പിൻ്റെ ആശയം തന്നെ അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതലകൾ. ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുന്നു. ഇതിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ ഹരിജൻ സേവാ സംഘിൻ്റെ അധ്യക്ഷൻ കൂടിയായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. ഒരു ക്യാമ്പ് എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനുള്ള ഭാവി പരിപാടികൾ എന്തൊക്കെയായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് ആലോചിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വേദി, ഒരവസരം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സദസ്സിലുള്ളവർ എല്ലാം തന്നെ വളരെ മുതിർന്ന ഗാന്ധിയൻ പ്രവർത്തകരാണ്. ഗാന്ധി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെനാളത്തെ പരിചയം ഉള്ളവരാണ്. ആശയവിനിമയ രംഗത്ത്, ഗാന്ധിയൻ ആശയവിനിമയ രംഗത്തും ഒക്കെ തനതായ സംഭാവനകൾ നൽകിയ നിരവധി സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ, നമുക്ക് ശേഷം ഇതേറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉള്ള പരിപാടികൾ നമ്മുടെ മുമ്പിൽ എന്താണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. ഗാന്ധിജി പറഞ്ഞത് മതവും രാഷ്ട്രീയവും അഭേദ്യമായി ബന്ധമുള്ള 2 ഘടകങ്ങളാണ്. അത് വളരെ പെട്ടെന്ന് എന്താണ് എന്ന ഒരു ചിന്താക്കുഴപ്പം പോലും ഉണ്ടാക്കുന്ന ഒരു ആശയമാണ്. അതായത് മതത്തിലെ ആത്മീയത അത് രാഷ്ട്രീയത്തെ സ്വാധീനിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്ന് നേരിടേണ്ടി വന്നിരിക്കുന്ന ദുരന്തങ്ങൾ അത് ആവർത്തിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് ഗാന്ധിജി മതത്തെക്കുറിച്ച്, പൊതുപ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെ എന്തൊക്കെയാണോ വിവക്ഷിച്ചത്, നമുക്ക് മാതൃകയായി കാട്ടിത്തന്നത്, അതൊക്കെ ഒട്ടും ചോർച്ച കൂടാതെ നന്നായിട്ട് തന്നെ അവതരിപ്പിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ ഉള്ള നമ്മുടെ ശ്രമം, അത് ആദരണീയനായ സ്വാമിയെ പോലെയൊക്കെയുള്ള ആളുകളുടെ സഹകരണം, പങ്കാളിത്തം ഒക്കെ കൊണ്ട് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനും അടുത്ത തലമുറയിലേക്ക് ആശാവഹമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് കഴിയും. അതായത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ചകൾക്കിടയിൽ നമുക്ക് ആശയവിനിമയം നടത്താം. സ്വാമി പറയുന്നത് കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും ഗാന്ധിജിയുടെ ഭാവി പരിപാടികൾ, ഗാന്ധിജിയെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, രാഷ്ട്രീയവും മതവും എന്നുള്ളതിനെക്കുറിച്ച് സ്വാമിക്ക് ഉള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. അതിന് നമ്മൾ കാതോർത്തിരിക്കുക. സ്വാമിയെ ഈ പരിപാടി, ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമി
മാക്ഷവയത്രാഹ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം സ്വസ്തനൂഭിः വിഷേമ ദേവഹിതം യദായുഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം. സത്യജിജ്ഞാസുക്കളായ സദസ്യരെ, അത്യന്തം ശ്രദ്ധേയമായ ഈ ത്രിദിന പഠന ക്യാമ്പിൽ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആദരണീയനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ അവരുകളെ, മുഖ്യ അതിഥിയായ അതിഥി വന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ, പ്രീത രാജേഷ്, ശ്രീ കാട്ടായിക്കോണം ശശിധരൻ, ശ്രീ എം.എൻ. ഗോപാലകൃഷ്ണ പണിക്കർ, സ്വാഗതം പറഞ്ഞ ശ്രീ ബാലകൃഷ്ണൻ, ശ്രീ ജേക്കബ് വടക്കാഞ്ചേരി, സദസ്യരെ, ശ്രോതാക്കളെ, നിങ്ങൾക്കെല്ലാം ആശംസാഭരിതമായ കൂപ്പുകൈകൾ. ഞാൻ ഈ വാക്കുകൾ ആരംഭിച്ചത് ഒരു സംസ്കൃത ശ്ലോകം, മന്ത്രം ചൊല്ലിക്കൊണ്ടാണല്ലോ. ഇങ്ങനെയുള്ള സംസ്കൃത മന്ത്രങ്ങൾ പണ്ട് നമ്മുടെ ഭാരതത്തിൽ ഗുരുവും ശിഷ്യന്മാരും ഒന്നു ചേർന്ന് ചൊല്ലിക്കൊണ്ടാണ് അവരുടെ ഗുരുകുല വിദ്യാഭ്യാസ പാഠങ്ങൾ ആരംഭിച്ചിരുന്നത്. ഇവിടെ ഒരു ത്രിദിന ക്യാമ്പ് നടക്കുകയാണ്. ഇതൊരു സമ്മേളനമല്ല, സെമിനാറല്ല. ഇത് സത്യത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള, അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പഠന ക്യാമ്പാണ്. ഈ പഠന ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മഹാത്മാഗാന്ധി കാട്ടിത്തന്ന മാർഗത്തിലൂടെ എങ്ങനെ സമത്വവും സഹോദര്യവും സഹിഷ്ണുതയും, മനുഷ്യരെല്ലാം ഏകമാണ്, ഉച്ചനീചത്വ ചിന്തകൾക്കതീതമായി എങ്ങനെ എല്ലാവർക്കും ഒന്നായി ജീവിക്കാം, ഈ വിഷയങ്ങളെ അധികരിച്ച് ഗാന്ധിജി കാട്ടിത്തന്ന പാഠങ്ങൾ സ്വജീവിതത്തിൽ അറിയാനും സാംശീകരിക്കാനും വേണ്ടിയാണ് ഈ പഠന ക്യാമ്പ് ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഈ സംസ്കൃത ശ്ലോക മന്ത്രം ചൊല്ലിയത് മതങ്ങൾ, ഹിന്ദുമതം അടക്കമുള്ള മതങ്ങൾ ലോകത്ത് ആരംഭിക്കുന്നതിനു മുൻപ് നമ്മുടെ ഭാരതത്തിൽ അതിമഹത്തായ ഒരു സംസ്കാരമുണ്ടായിരുന്നു. ഭേദവ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഒന്നായി ഐക്യപ്പെടുത്തുന്ന, ഏകതയിലേക്ക് നയിക്കുന്ന പരിപാവനമായ ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു. ആ സംസ്കാരത്തിൽ ഗുരുവും ശിഷ്യനും ഒന്നു ചേർന്ന് പാഠം ചൊല്ലുമ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓം ഭദ്രം കർണേഭി ശൃണിയാമ ദേവാഹ. അല്ലയോ ദൈവമേ, എൻ്റെ ചെവികൾ കൊണ്ട് എപ്പോഴും നല്ലത് കേൾക്കാനുള്ള അനുഗ്രഹം നൽകണമേ. എൻ്റെ കണ്ണുകൾ കൊണ്ട് നല്ലത് കാണാനുള്ള അനുഗ്രഹം ഉണ്ടാകണമേ. എൻ്റെ കൈകൾ കൊണ്ട് നല്ലത് ചെയ്യുവാനുള്ള അനുഗ്രഹം നൽകണമേ. എൻ്റെ ജീവിതകാലം അത്രയും നന്മയോടൊപ്പം ചെലവഴിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകണമേ. ഇതാണ്
ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ക്യാമ്പിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ഈ ഉപനിഷത്ത് മന്ത്രത്തിൻ്റെ അർത്ഥതലമാണ് ഇവിടെ എനിക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. നല്ല വാക്കുകൾ കേൾക്കാനും നല്ലത് കാണാനും നല്ല കാര്യങ്ങളോടൊപ്പം കുറേ സമയം ചെലവഴിക്കാനും ഉള്ള അനുഗ്രഹമാണ് ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ശ്രീ ജേക്കബ് വടക്കാഞ്ചേരി ശിവഗിരിയിൽ വന്ന് എന്നെ ഈ ക്യാമ്പിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിനു മുമ്പേ ക്ഷണിച്ചിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലക്കാടുള്ള ശബരി ആശ്രമത്തിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി അവിടെ നമ്മുടെ ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. 1-ാം തീയതിയും 2-ാം തീയതിയും ആയിരുന്നു തോന്നുന്നു. ആ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതല്ല, എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ സ്വാമി ആനന്ദതീർത്ഥൻ ഒലവക്കോട് ശബരി ആശ്രമത്തിൽ താമസിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ആ കാര്യങ്ങൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ എനിക്ക് വരുന്നത്. ഒരു ഈശ്വര നിശ്ചയം അനുഗ്രഹം പോലെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എന്നെ 1-2 തീയതികളിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. തീർച്ചയായും സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിച്ചേരാം. എനിക്കതിന് തലേ ദിവസം മദ്രാസിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. മദ്രാസിലെ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സൗകര്യപ്രദമാണ് എങ്കിൽ ഞാൻ തീർച്ചയായും അതിൽ വന്ന് പങ്കെടുക്കാം എന്ന് വാക്കുകൊടുത്തുവെങ്കിലും മദ്രാസിൽ നിന്നും കൃത്യസമയത്ത് വന്നു ചേരുവാൻ സാധിച്ചില്ല. അതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയതിൽ വലിയ ഖേദമുണ്ട്. ശബരി ആശ്രമത്തെക്കുറിച്ചും അതിൻ്റെ സ്ഥാപകനായ ശ്രീ കൃഷ്ണസ്വാമി അയ്യരെക്കുറിച്ചുമൊക്കെ കുറേയൊക്കെ വായിക്കാനും പഠിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്വാമി ആനന്ദതീർത്ഥനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. കേരളീയർ വേണ്ടവണ്ണം അറിയാതെ പോയ ഒരു മഹാപുരുഷനാണ് സ്വാമി ആനന്ദതീർത്ഥൻ. ഹരിജന സേവ നവയുഗ ധർമ്മം എന്നൊരു മുദ്രാവാക്യം സമൂഹത്തിന് നൽകിക്കൊണ്ട് ആനന്ദതീർത്ഥ സ്വാമി ചെയ്ത സേവനങ്ങൾ അത് വിവരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. വാക്കുകൾക്ക് അതീതമാണ്. തലശ്ശേരിയിൽ ഒരു സാരസ്വത ബ്രാഹ്മണനായി ജനിച്ച് ശ്രീ രാജഗോപാലാചാര്യോടൊപ്പം മദ്രാസിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ഐത്തോച്ചാടനത്തിലും പങ്കെടുത്ത് പ്രവർത്തിച്ച് കാൽനടയായി മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിലെത്തി. അവിടെ നിന്നും നീ ഒലവക്കോട് ശബരിയാശ്രമത്തിൽ പോയി പ്രവർത്തിക്ക് എന്ന് പറഞ്ഞ് നിർദ്ദേശം ലഭിച്ച് ശബരിയാശ്രമത്തിലെത്തി ഹരിജന സേവയെ ജീവിതധർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു അതുവരെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈഴവരുടെ ഒരു സ്വാമി ഗുരുവായിരുന്നു. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ ശിവഗിരിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ടുകൾ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വായിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു ജാതി ഭേദ ചിന്തകൾക്ക് അതീതനായി ജീവിച്ചൊരു മഹാപുരുഷനാണെന്ന് ഈ ആനന്ദ ഷേണായിക്ക് തോന്നുകയും ആനന്ദ ഷേണായി ഒരു പഠനം നടത്തുകയും അവസാനം ജാതിഭേദമില്ലാതാക്കാൻ വന്ന അവതാര പുരുഷനാണ് ശ്രീനാരായണ ഗുരുവെന്ന് വിശ്വസിക്കുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസി ശിഷ്യനായി സ്വാമി ആനന്ദതീർത്ഥൻ മാറുകയും ചെയ്തു.
ശിവഗിരിയിൽ വെച്ച് ഗുരുവിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ച് അദ്ദേഹം ഗുരു പറഞ്ഞു, ഏറെ പ്രവർത്തിക്കാനുണ്ടല്ലോ, സമൂഹ മധ്യത്തിലേക്ക് പൊയ്ക്കുള്ളൂ, അടിച്ചമർത്തപ്പെട്ട ജനതയുടെ വളർച്ചയ്ക്ക് പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഗുരുവിൽ നിന്നും ഈ സന്ദേശം ഏറ്റുവാങ്ങിക്കൊണ്ട് ആനന്ദതീർത്ഥ സ്വാമി സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അന്ന് ജാതിയുടെ ഐക്യത്തിൻ്റെ ശേഷിപ്പുകൾ ധാരാളമുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഗുരുവിൻ്റെ ശിഷ്യന്മാരായ മഹാപുരുഷന്മാരുടെയും കെ പി കേശവമേനോൻ്റെയും കെ കേളപ്പൻ്റെയും അയ്യങ്കാളിയുടെയും അതുപോലെയുള്ള നിരവധി മഹാപുരുഷന്മാരുടെയും പ്രവർത്തന ഫലമായി ഒരളവ് വരെ ദൂരീകരിക്കപ്പെട്ട ഐക്യത്തിൻ്റെ ശേഷിപ്പുകൾ തുടച്ചു നീക്കുവാനാണ് ആനന്ദതീർത്ഥ സ്വാമികൾ ശ്രമം ആരംഭിച്ചത്. ഐക്യ ജാതിക്കാർക്ക് ഗ്ലാസ്സിൽ ചായ കൊടുക്കില്ല, ചിരട്ടിയിലെ ചായ കൊടുക്കും. അവർക്ക് ക്ഷൗരം ചെയ്യാൻ ക്ഷൗരക്കാർ മുന്നോട്ട് വരില്ല. ബാർബർ ഷാപ്പിൽ ചെന്നാൽ അവർക്ക് ക്ഷൗരം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. പൊതു കിണറ്റിൽ നിന്നും വെള്ളമടക്കാൻ അനുവദിച്ചിരുന്നില്ല. ചായക്കടയിൽ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാൻ, ആഹാരം കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല. പൊതുവഴിയിൽ കൂടി നടക്കാൻ പാടില്ല. ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല. പള്ളിക്കൂടങ്ങളിൽ പ്രവേശനമില്ല. എന്നിങ്ങനെ അക്കാലത്ത് മലബാർ, കർണാടക, മദ്രാസ് പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ഭേദചിന്തകളെ ദൂരീകരിക്കാൻ, ഐക്യത്തെ ഇല്ലാതാക്കാൻ ആനന്ദതീർത്ഥൻ സർവാർപ്പണം ചെയ്ത് പ്രവർത്തിച്ചു. അതേക്കുറിച്ചൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പഠിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇവിടെ മാർട്ടിൻ ലൂതർ കിങ്ങിനെക്കുറിച്ച് പറഞ്ഞു. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയതിൻ്റെ പേരിൽ മാർട്ടിൻ ലൂതർ കിങ്ങിന് നോബൽ സമ്മാനം നൽകുകയുണ്ടായി. കേരളത്തില് ജി രാമചന്ദ്രൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. വലിയ ഗാന്ധിയനായിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ ശിഷ്യനായി ശാന്തിനികേതനത്തിൽ പഠിച്ചയാളാണ്. അദ്ദേഹം പിന്നീട് കേരളത്തിൽ വന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പങ്കാളിയാവുകയും തിരുക്കൊച്ചി മന്ത്രിയാവുകയും ജി രാമചന്ദ്രൻ തിരുക്കൊച്ചി മന്ത്രിയായി. ആനന്ദതീർത്ഥനെ വളരെ അടുത്ത് പരിചയിച്ചിരുന്നു. അദ്ദേഹം നോബൽ സമ്മാന കമ്മിറ്റിക്കാർക്കൊരു കത്തെഴുതി. മാർട്ടിൻ ലൂതർ കിങ്ങിന് നോബൽ സമ്മാനം നൽകിയുണ്ടായല്ലോ, അങ്ങനെയെങ്കിൽ ഐക്യമില്ലാതാക്കാൻ, ഹരിജനങ്ങളെ സമുദ്ധരിക്കുവാൻ സർവാർപ്പണം ചെയ്ത സ്വാമി ആനന്ദതീർത്ഥന് എത്രയോ മുൻപേ നോബൽ സമ്മാനം നൽകേണ്ടതായിരുന്നു. അങ്ങനെ മന്ത്രി ജി രാമചന്ദ്രൻ കത്തയച്ചു. അങ്ങനെയുള്ളൊരു വലിയ മഹാപുരുഷനായിരുന്നു സ്വാമി ആനന്ദതീർത്ഥൻ. അധ്യാത്മ ഗുരുവായി ശ്രീനാരായണ ഗുരുദേവനെയും രാഷ്ട്രീയ ഗുരുവായി മഹാത്മാഗാന്ധിയെയും സ്വീകരിച്ചുകൊണ്ടാണ് ആനന്ദതീർത്ഥൻ സമൂഹ മധ്യത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചത്. ഞാനിപ്പോൾ ഇവിടെ നിയുക്തനായത് ആനന്ദതീർത്ഥനെ കുറിച്ച് സംസാരിക്കാനല്ല. ജേക്കബ് വടക്കഞ്ചേരി ഇവിടെ സൂചിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ചും ആ സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കാനാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണത്. കാരണം കുറേയൊക്കെ വായിക്കാനും പഠിക്കാനും ഞാൻ ശ്രമം ചെയ്തിട്ടുള്ള ഒന്നാണ് വൈക്കം സത്യാഗ്രഹം. അത് സംബന്ധിച്ച് ഞാനൊരു ലഘുലേഖയും എഴുതി തയ്യാറാക്കി വിതരണം ചെയ്തിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം വാസ്തവത്തിൽ
ജാതി ചിന്തകൾക്ക് അതീതമായി കേരളത്തിലുള്ള ജനതയെ, പ്രത്യേകിച്ച് ഹൈന്ദവ ജനതയെ ഏകീകരിക്കുവാൻ സഹായകമായ വലിയൊരു പ്രസ്ഥാനമായിരുന്നു. വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയാണോ ആരംഭിച്ചത്, അതിൻ്റെ പൂർണ്ണമായ ഫലപ്രാപ്തി കൈവരിക്കുവാൻ സാധിച്ചില്ല എങ്കിലും പിന്നീട് കേരളത്തിൽ, ഭാരതത്തിൽ അതിൻ്റെ അനുരണനം വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് നമ്മുടെ ജനതയെ പ്രബുദ്ധമാക്കിയിട്ടുണ്ട്, പ്രബുദ്ധരാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഭേദചിന്തകൾക്ക് അതീതമായി സർവരുടെയും ഏകത, ആ വലിയ സന്ദേശം ഉൾക്കൊള്ളുവാനും സംശീകരിക്കുവാനും വൈക്കം സത്യാഗ്രഹം കൊണ്ട് പിൽക്കാലത്ത് സാധിച്ചിട്ടുണ്ട്. ബ്രാഹ്മണനും നായർ സമുദായത്തിൽപ്പെട്ടവരും ഈഴവ പുലയ പറയ സമുദായത്തിൽപ്പെട്ടവരും ഭേദചിന്തകൾക്ക് അതീതമായി ഒന്നായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുവാൻ അതിശക്തമായ സ്വാധീനം വൈക്കം സത്യാഗ്രഹം ചെലുത്തിയിട്ടുണ്ട്. ഇവിടെ വടക്കഞ്ചേരി സൂചിപ്പിച്ചതുപോലെ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സത്യാഗ്രഹത്തിന്റെ ആദ്യ പരീക്ഷണമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ മറ്റൊരിടത്ത് വന്ന് ഇങ്ങനെയൊരു വലിയ സമരമുറയിലേക്ക് മഹാത്മാഗാന്ധി പ്രവേശിച്ചിരുന്നില്ല. മഹാത്മാഗാന്ധിക്ക് സാമൂഹ്യമായ നീതിക്ക് വേണ്ടി പോരാടുവാൻ പറ്റിയൊരവസരമായി, സന്ദർഭമായി അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തെ കണ്ടു എന്ന് വൈക്കത്ത് സത്യാഗ്രഹം നടത്തിക്കൊണ്ട് ഒരു സമരമുറ ഗാന്ധി സ്വീകരിക്കുകയാണ്. വൈക്കം സത്യാഗ്രഹത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ ഏറെയുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന് വാസ്തവത്തിൽ മുന്നണി പടയാളിയായി നിന്നത് ദേശാഭിമാനി ടി.കെ. മാധവനാണ്. ദേശാഭിമാനി ടി.കെ. മാധവൻ 1918 ഒരു പ്രക്ഷോഭണം ആരംഭിച്ചു. പൗര സമത്വ പ്രക്ഷോഭണം. കരം കൊടുക്കുന്ന എല്ലാവർക്കും ഒരേ അവകാശം രാജ്യത്തുണ്ട് എന്നും അവരിൽ ഒരു വിഭാഗം അയിത്തജാതിക്കാരെ മുഖ്യധാരയിൽ നിന്നും തള്ളിക്കളയുന്നത് ശരിയല്ല എന്നും എല്ലാ പൗരന്മാർക്കും തുല്യമായ പ്രാധാന്യം സാമൂഹ്യനീതി കൈവരിക്കണമെന്നും കാട്ടിക്കൊണ്ട് ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ 1918 ഒരു പ്രക്ഷോഭണം ആരംഭിച്ചു. ആ പ്രക്ഷോഭണത്തിന്റെ ഭാഗമായി ടി.കെ. മാധവൻ കേരളം ഒട്ടാകെ സഞ്ചരിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും അനർഗളമായി സംസാരിക്കുവാൻ ടി.കെ. മാധവന് സാധിച്ചിരുന്നു. അതുപോലെ ഒരു പ്രഭാഷകനെ രാജ്യം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ടി.കെ. മാധവന് 17ാമത്തെ വയസ്സിൽ നമ്മുടെ പ്രജാസഭയിൽ, അന്ന് അംഗമല്ല, അദ്ദേഹത്തിന്റെ അമ്മാവൻ കൊച്ചുകുഞ്ഞു ചാന്നാർക്ക് വേണ്ടി 17ാമത്തെ വയസ്സിൽ ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം, ഇംഗ്ലീഷ് പ്രസംഗം, അത് അവിടെ കൂടിയിരുന്ന സഭാംഗങ്ങളെ കിടുകിട വിറപ്പിച്ച് പ്രകമ്പനം കൊള്ളിച്ചു എന്നാണ് ചരിത്രം. അങ്ങനെയുള്ള മാധവൻ നേതൃതലത്തിലേക്ക് ഉയർന്നു വരികയും അയിത്ത നിർമ്മാർജ്ജനത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് കേരളമൊട്ടാകെ സഞ്ചരിച്ച ഒരു കാലം. അദ്ദേഹം കോഴിക്കോട് അവിടെ കൊറ്റിയത്ത് രാമണ്ണി വക്കീൽ എന്നുള്ളൊരു സാമൂഹിക പ്രവർത്തകനുണ്ടായിരുന്നു.
കൊറ്റിയത്ത് രാമുണ്ണി വക്കീലിന്റെ അധ്യക്ഷതയില് അയിത്ത നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒരു യോഗം ചേർന്നു. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്നതിന് വേണ്ടിയായിരുന്നു ആ യോഗം. അപ്പോൾ അതിൽ ടി.കെ. മാധവൻ അഭിപ്രായപ്പെട്ടത്, നമ്മൾ കേരളത്തിൽ മലബാറിൽ കുറച്ച് ആളുകൾ ഒന്നിച്ചു ചേർന്നിരുന്ന് യോഗം ചേർന്ന് ഐത്തത്തിന് വേണ്ടി ശബ്ദമുയർത്തിയത് കൊണ്ട് കാര്യമില്ല, ഇതൊരു ദേശീയ പ്രശ്നമാക്കി മാറ്റണം, ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകണം. ആ ചിന്താഗതിയാണ് മാധവൻ വെച്ചു പുലർത്തിയത്. മഹാത്മാഗാന്ധി ആയിടയ്ക്ക് തിരുനെൽവേലി സന്ദർശിക്കുന്നു എന്ന് മാധവൻ അറിവ് കിട്ടി. 1921 ടി.കെ. മാധവൻ മഹാത്മാഗാന്ധി തിരുനെൽവേലിയിലെത്തി. അതിനു മുൻപ് 1920 കൊല്ലത്ത് വെച്ച് കോൺഗ്രസിന്റെ ഒരു യോഗം ചേർന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ ടി.കെ. മാധവൻ ഒരു പ്രമേയം അവതരിപ്പിച്ചു. കോൺഗ്രസ് പ്രസ്ഥാനം അയിത്ത നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ ഒരാളായ ഒരു ശങ്കുണ്ണി മേനോൻ ഉണ്ടായിരുന്നു. ആ ശങ്കുണ്ണി മേനോൻ ടി.കെ. മാധവന്റെ അഭിപ്രായത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അയിത്ത നിർമ്മാർജ്ജനത്തിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുവാൻ പോയാൽ കോൺഗ്രസിന്റെ ശക്തി ചോർന്നു പോകുമെന്നും സമൂഹത്തിലെ ഉൽപ്പതിഷ്ണുക്കളായ പ്രത്യേകിച്ച് സവർണ സമുദായത്തിലെ അംഗങ്ങളാണ് കോൺഗ്രസിന്റെ ശക്തിയെന്നും അതുകൊണ്ട് അയിത്ത നിർമ്മാർജ്ജനം ഒരു പദ്ധതിയായി സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചാൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ദുർബലമാകുമെന്നും ശങ്കുണ്ണി മേനോൻ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് മാധവന്റെ ആ പ്രമേയം ഇവിടെ പാസ്സായില്ല. മാധവൻ തിരുനെൽവേലിയിലെത്തി മഹാത്മജിയെ കണ്ടു. എന്നിട്ട് തനിക്ക് കൊല്ലത്ത് വെച്ചുണ്ടായ അനുഭവം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം മഹാത്മാഗാന്ധിയെ അദ്ദേഹം അറിയിക്കും. മഹാത്മാഗാന്ധിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ ഖേദമുണ്ടായി. കോൺഗ്രസ് പ്രസ്ഥാനം തീർച്ചയായും അയിത്ത നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച് തീരൂ എന്നുള്ള നിർദ്ദേശമാണ് മഹാത്മജിയിൽ നിന്നും ഉണ്ടായത്. അപ്പോഴാണ് ടി.കെ. മാധവൻ മഹാത്മജിയോട് അഭ്യർത്ഥിക്കുന്നത്, അക്കാര്യം മഹാത്മജി സ്വന്തം കൈകളിൽ എഴുതിയ ഒരു ലേഖനമായി എനിക്ക് തരണം. ഞാനത് കൊണ്ടുപോയി എൻ്റെ കൈകൊണ്ട് എഴുതിയത് കേരളത്തിൽ കൊണ്ട് വായിച്ചാൽ കേരളീയർ അംഗീകരിക്കില്ല, മലയാളികൾ അംഗീകരിക്കില്ല. അങ്ങ് തന്നെ അവിടുത്തെ കൈകൾ കൊണ്ട് അത് എഴുതി എനിക്ക് തരണം. അങ്ങനെ മഹാത്മാഗാന്ധി സ്വഹസ്തം കൊണ്ട് എഴുതിയ അയിത്ത നിർമ്മാർജ്ജനത്തിന് വേണ്ടി കോൺഗ്രസ് പ്രസ്ഥാനം പ്രവർത്തിക്കണമെന്നുള്ള മഹാത്മാഗാന്ധിയുടെ സ്വഹസ്ത ലേഖനവും വാങ്ങിയാണ് ടി.കെ. മാധവൻ കേരളത്തിലേക്ക് മടങ്ങിയത്. ഈ സംഭാഷണത്തിൽ വെച്ചാണ് ടി.കെ. മാധവൻ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത്. ശ്രീനാരായണ ഗുരു ആരാണെന്നും ആ ശ്രീനാരായണ ഗുരുവിനെ ഞങ്ങൾ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ജാതി മത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നവരാണെന്നും മഹാത്മജി മദ്യവർജനത്തിനെതിരായി ശബ്ദിക്കുന്നതിനു മുൻപ് മദ്യം വിഷമാണത്, ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് ഗുരു ഉപദേശിച്ചിട്ടുണ്ട് എന്നും മഹാത്മാഗാന്ധി ഖാദി പ്രസ്ഥാനത്തിന് പ്രചാരം നൽകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശിവഗിരിയിൽ ഗുരു ഖാദി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നെയ്ത്തുശാല ആരംഭിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഒക്കെ മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധയിൽ ടി.കെ. മാധവൻ പെടുത്തുന്നുണ്ട്. ഏതായാലും ആ സംഭാഷണത്തോടു കൂടിയാണ് മഹാത്മജിക്ക്
ശ്രീനാരായണ ഗുരുവിനോടൊരു ആദരവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. മാധവൻ തിരിച്ച് കേരളത്തിലെത്തി. ഗാന്ധിജിയുടെ അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് എഴുതിയ ഐക്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള ആ കത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചു. കോൺഗ്രസിൻ്റെ അന്നത്തെ നേതാക്കന്മാരെല്ലാം ഗാന്ധിജിയുടെ സന്ദേശമല്ലേ ഒരാൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? കോൺഗ്രസ് നേതാക്കന്മാരായ KP കേശവമേനോനും K കേളപ്പനും കുറൂർ നമ്പൂരിപ്പാടും അടക്കമുള്ള നേതാക്കന്മാർ പൂർണ്ണ മനസ്സോടുകൂടി ഗാന്ധിജിയുടെ നിർദ്ദേശം അംഗീകരിക്കുകയും ഐക്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സമരം ചെയ്യുവാൻ തീരുമാനിക്കുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നത് വൈക്കത്തെ സത്യാഗ്രഹ ഭൂമിയായി തിരഞ്ഞെടുക്കുവാൻ കാരണമായത് ശ്രീനാരായണ ഗുരുവിന് വൈക്കത്തുണ്ടായ ഒരു സംഭവമാണ്. ഈ വൈക്കത്ത് പ്രധാന വീതിയിൽ ഒരു ബോർഡ് വെച്ചിരുന്നു. ഈഴവർ തൊട്ട് താഴോട്ടുള്ള സമുദായക്കാർ ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല. ഗുരുദേവൻ ഈ ബോട്ട് ചെട്ടിയിൽ വന്നിറങ്ങിയിട്ട് ഒരു റിക്ഷാവണ്ടിയിൽ കയറി മുന്നോട്ട് പോകവേ കുറച്ച് ബ്രാഹ്മണർ ഗുരുവിനെ തടഞ്ഞു. വാസ്തവത്തിൽ അന്ന് ശ്രീനാരായണ ഗുരു കേരളത്തിൽ ജാതി ഭേദ വ്യത്യാസമില്ലാതെ സർവരും ഒരുപോലെ ആദരിച്ചിരുന്നൊരു മഹാപുരുഷനായിരുന്നു. കോഴിക്കോട്ട് വെച്ച് ബ്രാഹ്മണ സമുദായക്കാർ ഗുരുദേവന് നൽകിയ മംഗളപത്രമുണ്ട്. അങ്ങ് മഹാനായ അധ്യാത്മ ഗുരുവാണെന്നും ഞങ്ങളെല്ലാം അവിടുത്തെ പാതയിലൂടെ സഞ്ചരിക്കുന്നു, സനാതനമായ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന അവിടുത്തേക്ക് പ്രണാമം എന്ന് പറഞ്ഞ് ബ്രാഹ്മണ സമുദായം ഗുരുവിന് സമർപ്പിച്ച മംഗളപത്രം. നായർ സമുദായത്തിലെ ആളുകൾ പലരും ഗുരുവിൻ്റെ സന്യാസി ശിഷ്യന്മാരായിട്ടുണ്ട്. എല്ലാ സമുദായത്തിലും പെട്ടവർ, ക്രിസ്ത്യൻ സമുദായത്തിലും ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരുമൊക്കെ ഗുരുവിൻ്റെ ശിഷ്യന്മാരായും അനുയായികളായും ഉണ്ട്. എല്ലാവരും ഒരുപോലെ ആദരിക്കപ്പെട്ടിരുന്ന ശ്രീനാരായണ ഗുരുവിനെ നമ്മുടെ ഗവൺമെൻറ് രാജ്യത്തെ മഹാനായ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് 1903 പ്രഖ്യാപനം ചെയ്തു. 1924 വൈക്കം സത്യാഗ്രഹം. 1903 തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനമുണ്ട്. 1907 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവ അയ്യരുടെ വിധി പ്രസ്താവത്തിൽ പറയുന്നത് ഒരുത്തന് അനേകം ഭാര്യമാരും ഒരുത്തിക്ക് അനേകം ഭർത്താക്കന്മാരും എന്ന ബഹുഭാര്യ ഭർത്തൃത്വം ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ വഴി രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിൽ കോടതി സ്വാമിയോട് ബഹുമാനം രേഖപ്പെടുത്തുന്നു എന്നാണ്. അങ്ങനെയുള്ളൊരു മഹാഗുരുവിനെ ഈ വൈക്കത്ത് വെച്ച് തടഞ്ഞപ്പോൾ അത് കേരളീയരെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. അന്നത്തെ സരസ്വകവി മൂലൂർ പത്മനാഭപ്പണിക്കർ ഒരു കവിത എഴുതി. വൈക്കത്ത് വെച്ചു മുന്നം വൃക്ഷാവണ്ടിയിൽ മുനിമുഖ്യനാം നാരായണ സ്വാമികൾ പോയിടവേ മുഷ്കിഴും ഒരു മഹീദേവൻ ബ്രാഹ്മണൻ നേരെ വന്ന ചക്രവാഹകനോട്, റഷ്യയിൽ സഞ്ചരിക്കുന്ന ഗുരുവിനോട്, ചക്രവാഹകനോട് മാറുകയെന്നു ചൊല്ലി റിക്ഷയിൽ സഞ്ചരിക്കുന്ന ഗുരുവിനോട്
മാറുകയെന്നു ചൊല്ലി തൃക്കഴലപ്പോൾ താഴെ വെച്ചുതാൻ സഞ്ചരിച്ചാൻ മുഖ്യർഷി 20 ലക്ഷത്തിൻ മഹാദീപം. ഈ സംഭവം ടി കെ മാധവനെ ചൊടിപ്പിച്ചു. ടി കെ മാധവൻ ഗുരുവിനും വിലക്ക് വന്നോ എന്ന് ഗർജിച്ചുകൊണ്ടാണ് സമൂഹത്തേക്ക് ഇറങ്ങിയത്. അതേ ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ഗുരു എല്ലാ സംഭവങ്ങളും സവിസ്തരമായി പ്രതിപാദിച്ചു. മാധവൻ ഈ സംഭവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കോൺഗ്രസിന്റെ സമന്വയരായ നേതാക്കന്മാർ ഒക്കെ തന്നെയും അതിനെ അപലപിക്കുകയും ചെയ്തു. മാധവനും സഹോദരൻ അയ്യപ്പനും സത്യവ്രതസ്വാമിയും, സത്യവ്രതസ്വാമി പൂർവാശ്രമത്തിൽ അയ്യപ്പൻ പിള്ള നായർ സമുദായത്തിൽ ജനിച്ചയാളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വിവേകാനന്ദൻ എന്ന പേരിൽ പ്രശസ്തി നേടിയ ആളാണ്. ഇവർ മൂവരും കൂടി ഈ ബോർഡ് വെച്ചിരുന്ന വഴിയിലൂടെ നിർബാധം സഞ്ചരിക്കുകയുണ്ടായി. അവരെ തടഞ്ഞില്ല. ഒരു ദിവസം നടന്നു. രണ്ടാമത്തെ ദിവസം വീണ്ടും മാധവനും സത്യവ്രതസ്വാമിയും കൂടെ ഈ വഴിയിലൂടെ നടന്നു. ആരും തടഞ്ഞില്ല. പക്ഷേ കൂട്ടമായി ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് നിഷേധിക്കപ്പെട്ടിരുന്നത്. അക്കാലത്ത് ആമയാടി ചാത്തൻ്റെ നേതൃത്വത്തിൽ പുതിയ സമുദായത്തിൽപ്പെട്ട ആളുകൾ വളരെ ആർജവത്തോടുകൂടി രംഗപ്രവേശനം ചെയ്യുകയും ആ വഴിയിലൂടെ സധൈര്യം സഞ്ചരിക്കണമെന്ന് അവർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഇപ്പൊ KP കേശവമേനോൻ അഭിപ്രായപ്പെട്ടു, അക്രമ മാർഗമൊന്നും നമുക്ക് സ്വീകരിക്കേണ്ട, ഗാന്ധിയൻ മാർഗത്തിലൂടെ സമാധാനപരമായി ഒരു സമരം നടത്തി അത് വൈക്കം സത്യാഗ്രഹമായി മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. വൈക്കം സത്യാഗ്രഹം അങ്ങനെ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ KP കേശവമേനോനും K കേളപ്പനും അതുപോലെയുള്ള നേതാക്കന്മാർ ഒത്തുചേർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹത്തോടുകൂടി ആരംഭിക്കാൻ തീരുമാനിച്ചു. സത്യാഗ്രഹം നടക്കുമ്പോൾ സത്യാഗ്രഹം നടക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്രം വേണ്ടേ? വൈക്കത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സ്വന്തമായി ഓഫീസോ കെട്ടിടമോ ഇല്ല. വേറെ ഒരു പ്രസ്ഥാനങ്ങൾക്കുമില്ല. SNDP യോഗത്തിനില്ല, NSSനില്ല, ഒരു സമൂഹങ്ങൾക്കുമില്ല. പക്ഷെ ഇവിടെ ശ്രീനാരായണ ഗുരുവിന് ഒരാശ്രമം ഉണ്ടായിരുന്നു, വെല്ലൂർ മഠം. ആ വെല്ലൂർ മഠം സ്വാമി ഈ സത്യാഗ്രഹം നടത്തുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തു. അങ്ങനെ വെല്ലൂർ മഠത്തിൽ താമസിച്ചുകൊണ്ട് സത്യാഗ്രഹം നടത്തുന്നതിന് ആവശ്യമായ ആലോചനകൾ നടന്നു. പല പല ചർച്ചകൾ നടന്നു. ഏറ്റവും അവസാനം 1924 മാർച്ച് മാസം 30-ാം തീയതി സത്യാഗ്രഹം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. മൂന്ന് പേര്, നായർ സമുദായത്തിലുള്ള ഒരാള്, ഈഴവ സമുദായത്തിലൊരാള്, പുലയ സമുദായത്തിലുള്ള ഒരാള്. നായർ സമുദായത്തിൽ നിന്നും ശ്രീ ഗോവിന്ദ പണിക്കരും ഈഴവ സമുദായത്തിൽ നിന്ന് ശ്രീ ബാഹുലേയനും, പുലയ സമുദായത്തിൽപ്പെട്ട ആളുടെ പേര് ഓർമ്മ വരുന്നത്, എനിക്ക് കുറച്ച് മറവിയുണ്ട്. കുഞ്ഞാപ്പി. ഇവർ മൂവരുമാണ് ആദ്യത്തെ സത്യാഗ്രഹികളായി മുന്നോട്ട് വന്നത്. അവർ മൂവരും മുന്നോട്ട് വന്നപ്പോൾ ഗോവിന്ദ പണിക്കർ ആദ്യം വന്നു. പേര് ഗോവിന്ദ പണിക്കർ, ജാതി
നായർ സമുദായം പൊയ്ക്കുള്ളൂ. അപ്പോൾ ഗോവിന്ദപ്പണിക്കർ ഞാൻ പോകുന്നില്ല, ഈ ഐത്തജാതക്ക് കൂടി പ്രവേശനം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. അടുത്തതായിട്ട് ബാഹുലയനെ വിടുന്നു. പേര് ബാഹുലയൻ, ജാതി ഈഴവൻ, പോകാൻ പാടില്ല, തടഞ്ഞു. പിന്നെ അടുത്ത കുഞ്ഞാപ്പിയും അതുപോലെ തടഞ്ഞു. അങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആരംഭം. സത്യാഗ്രഹം മുന്നേറി നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. അന്ന് നായർ സമുദായവും ഈഴവ സമുദായവും ഭേദവ്യത്യാസമില്ലാതെ SNDP യോഗവും NSSും ഒക്കെ ഇവിടെ സംയുക്തമായി യോഗങ്ങൾ ചേർന്നു. പല യോഗങ്ങൾ നടത്തി. അന്ന് യോഗത്തിൽ സത്യവ്രത സ്വാമികൾ സ്വാഗതം പറഞ്ഞു. ആ സ്വാഗത പ്രസംഗത്തിൽ സത്യവ്രത സ്വാമികൾ പറഞ്ഞ, അദ്ദേഹം നായർ സമുദായത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഐക്യ സമ്മേളനത്തിൽ സ്വാഗതം പറയുവാൻ എന്നേക്കാൾ യോഗ്യനായി മറ്റൊരാളും ജീവിച്ചിരിപ്പില്ല. ഐക്യമില്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ധർമ്മം. വലിയ പ്രഭാഷകനായിരുന്നു സത്യവ്രത സ്വാമി. വൈക്കം സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്ന ശ്രീ കോട്ടുകോയിക്കൽ വേലായുധൻ മാസ്റ്റർ എഴുതിയിട്ടുണ്ട്, വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ഒഴുകി വന്ന ആളും അർത്ഥവും സത്യവ്രത സ്വാമിയുടെ പ്രഭാഷണങ്ങളിലൂടെയായിരുന്നു. സത്യാഗ്രഹം സംബന്ധിച്ച് ഇത്തിക്കരയിലും കരുനാഗപ്പള്ളിയിലും കോട്ടയത്തും ചേർത്തലയിലും അങ്ങനെ പല പല ഭാഗങ്ങളിൽ വലിയ വലിയ യോഗങ്ങൾ കൂടി. മഹാനായ മന്നത്ത് പത്മനാഭനും കുറു നമ്പൂരിപ്പാടും KP കേശവമേനോനും കേളപ്പനും ഒക്കെ അടക്കമുള്ള നേതാക്കന്മാർ ഈ സമ്മേളനങ്ങളിലെല്ലാം പങ്കെടുത്ത് അതിഗംഭീരമായ പ്രസംഗങ്ങൾ ചെയ്ത് സമൂഹത്തെ ഉദ്ബുദ്ധരാക്കി. ഗുരു ശ്രീനാരായണ ഗുരു സത്യാഗ്രഹ ഫണ്ടിലേക്ക് 1000 രൂപ സംഭാവന ചെയ്തു. അന്നത്തെ 1000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര ലക്ഷം രൂപയായിരിക്കണം. അത് മാത്രമല്ല, സത്യാഗ്രഹം വിജയിക്കുന്നതിന് വേണ്ടി ശിവഗിരിയിൽ ഒരു കാണിക്ക വഞ്ചി വെച്ചു. ഗുരുവിനെ സന്ദർശിക്കാൻ വരുന്നവരെല്ലാം സത്യാഗ്രഹ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം. ഗുരുവിൻ്റെ ശിഷ്യന്മാർക്ക് കാണിക്കപ്പെട്ട് കൊടുത്തിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി ധനം ശേഖരിക്കാൻ പറഞ്ഞു. ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായ ആലുമൂട്ടിൽ ഗോവിന്ദദാസിനെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കമ്മിറ്റി ട്രഷററായി നിയോഗിച്ചു. ആലുമൂട്ടിൽ ഗോവിന്ദദാസ് ധനാഢ്യനാണ്. ആലുമൂട്ടിൽ ഭവനം. ആ ഗോവിന്ദദാസ് സത്യാഗ്രഹത്തിൻ്റെ ട്രഷറർ സ്ഥാനം, ഖജാൻജി സ്ഥാനം ഏറ്റെടുത്തിരുന്നു. ഗുരുവിൻ്റെ ശിഷ്യന്മാർ വൈദ്യന്മാരുണ്ടായിരുന്നു, സന്യാസിമാര്, ബോധാനന്ദ സ്വാമി, രാമാനന്ദ സ്വാമി, കൃഷ്ണാനന്ദ സ്വാമി തുടങ്ങിയ സ്വാമിമാർ. ഗുരുദേവൻ അവരെ വൈക്കത്തേക്ക് അയച്ചു സത്യാഗ്രഹികളെ ചികിത്സിക്കാൻ. മരുന്നുമായിട്ട് സന്യാസിമാരിവിടെ എത്തി. അകാലികൾ ഇവിടെ വന്നു. ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിൽ സമരത്തിന് വേണ്ടി, അത് ശക്തിയാക്കുവാൻ വേണ്ടി നേതാക്കന്മാർ അണിനിരന്നു. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ ഇവിടെ വന്നു. ദേശീയ ഒരു പ്രസ്ഥാനമായിട്ട് വൈക്കം സത്യാഗ്രഹം മാറി. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അകാലികളും ജോർജ് ജോസഫ് തുടങ്ങി മറ്റ് മതക്കാർ, ഹിന്ദു മതത്തിൽ പെടാത്തവർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ച് അവർ മടങ്ങിപ്പോയി. കാരണം വൈക്കം സത്യാഗ്രഹം ഹിന്ദുക്കളുടെ ഒരു പൊതു ആവശ്യമാണ്.
അതിലേക്ക് ക്രിസ്ത്യാനികളും അകാലികളും സിഖ് മതക്കാരും ഒന്നും തലയിടേണ്ട കാര്യമില്ല. ഹിന്ദുമതത്തിലുള്ള ഒരു സമരം അത് ഹിന്ദുക്കൾ തന്നെയാണ് നയിക്കേണ്ടത്. അയിത്തമില്ലാതാക്കേണ്ടത് ഹിന്ദുക്കൾ തന്നെയാണ്. അതുകൊണ്ട് മറ്റ് മതസ്ഥർ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശപ്രകാരം ജോർജ് ജോസഫും അകാലികളും അതിൽ നിന്നും പിൻവാങ്ങി. പിന്നെയും മുന്നോട്ട് നീങ്ങി ഗുരു നേരിട്ട് തന്നെ വൈക്കത്തെത്തി. ഈ ബോട്ട് കെട്ടിയിലിറങ്ങി സത്യാഗ്രഹികളെ നേരിട്ട് പോയി കണ്ടു. ആ റിപ്പോർട്ടൊക്കെ വായിച്ചാൽ വലിയ സന്തോഷം നമുക്ക് തോന്നും. മാതൃഭൂമി ദിനപത്രത്തിൽ ഗുരുവിൻ്റെ സന്ദർശനത്തെ സംബന്ധിച്ച് സവിസ്തരമായിട്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി ഗുരു പ്രാർത്ഥിക്കണമെന്ന് ഈ സത്യാഗ്രഹികൾ ആവശ്യപ്പെട്ടു. ഗുരു അരുളി ചെയ്തു, നമുക്ക് സത്യാഗ്രഹിക്കുവാനുള്ള ആരോഗ്യമില്ല, എങ്കിലും മഹാത്മജിയുടെ ആരോഗ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് സത്യാഗ്രഹികളുടെ മധ്യത്തിലിരുന്ന് ഗുരു കുറച്ചു നേരം ധ്യാനനിഷ്ഠനായി. ഗുരു അങ്ങനെ പരസ്യമായിട്ട് ധ്യാനനിഷ്ഠയിൽ ഇരുന്ന് വേറെ സന്ദർഭമില്ല. അങ്ങനെ വൈക്കം സത്യാഗ്രഹത്തോട് ഗുരു വളരെയേറെ ആഭിമുഖ്യം പുലർത്തി. ഗുരു മടങ്ങിപ്പോയി. പിന്നീട് മഹാത്മജി വരുന്നു. മഹാത്മജി 1925 മാർച്ച് മാസം 9-ാം തീയതിയാണ് ഈ വൈക്കത്ത് എത്തിച്ചേരുന്നത്. വൈക്കത്ത് സത്യാഗ്രഹികളെ കണ്ടു. സത്യാഗ്രഹികൾക്ക് വലിയ ആവേശമായി. ഗാന്ധിജിയുടെ കരുണാപൂർണമായിട്ടുള്ള കടാക്ഷങ്ങൾ അവർ ഏറ്റുവാങ്ങി. ഗാന്ധിജിയുമായിട്ട് സംസാരിക്കുവാനും ഗാന്ധിജിയുടെ അനുഗ്രഹം നേടുവാനുമൊക്കെ അവർക്ക് ഭാഗ്യമുണ്ടായി. ആ അവസരത്തിലാണ് നമ്മുടെ ഇണ്ടൻ തുരുത്തി നമ്പൂതിരിയുമായിട്ട് ഗാന്ധിജിയുടെ സംവാദം. ഇണ്ടൻ തുരുത്തി മനയ്ക്ക് അകത്തേക്ക് ഗാന്ധിജിക്ക് പ്രവേശനമില്ല. കാരണം പലരും ധരിച്ചിട്ടുള്ളത് ഗാന്ധിജി ബ്രാഹ്മണനാണെന്നാണ്. ഗാന്ധിജിക്കും പൂണൂലുണ്ട്. പക്ഷെ ഗാന്ധിജി ബ്രാഹ്മണനുമല്ല, ക്ഷത്രിയനുമല്ല, അതിലും താഴെയുള്ള വൈശ്യനാണ്. ഈ ഇണ്ടൻ തുരുത്തി നമ്പൂതിരി എന്നുള്ള ബ്രാഹ്മണനോടൊപ്പം ഇരിക്കാനുള്ള യോഗ്യത വർണ്ണ വിവേചന പ്രകാരം മഹാത്മജിക്കില്ല. ചത്വാരോ വർണ്ണ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ഭേദാഹ പൂർവതഃ ഇതരേഭ്യ ജന്മജന്മദശ്രയാൻ അഗ്നിർജായേത അഗ്നിത്വം നിശ്ചിതം ബ്രാഹ്മണോ ജായേത ബ്രാഹ്മണത്വ നിശ്ചിതം യഥാ സുവർണോ ജായേത സുവർണത്വം ഹി നിശ്ചിതം ബ്രാഹ്മണോ ജായേത ബ്രാഹ്മണത്വം ഹി നിശ്ചിതം എന്ന് സ്മൃതി അനുശാസിക്കുന്നു. അഗ്നിയിൽ നിന്നും ഉണ്ടാകുന്നത് അഗ്നി തന്നെയാണ്. സ്വർണത്തിൽ നിന്നും ഉണ്ടായത് സ്വർണം തന്നെയാണ്. ബ്രാഹ്മണിൽ നിന്നും ഉണ്ടാകുന്നത് ബ്രാഹ്മണൻ തന്നെയാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ 4 വർണ്ണങ്ങളുണ്ട്. പൂർവതഃ ഇതരേഭ്യ ജന്മജന്മദശ്രയാൻ. ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ച് ജന്മം കൊണ്ട് ശ്രേഷ്ഠമാണ്, കർമ്മം കൊണ്ടല്ല. ഭഗവത്ഗീതയിൽ ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്നു എങ്കിൽ ഇവിടെ ഗുണവും കർമ്മവുമല്ല സ്മൃതി അനുശാസിക്കുന്നത്, ജന്മമാണ്. പൂർവതഃ ഇതരേഭ്യ ജന്മജന്മദശ്രയാൻ. ജന്മം കൊണ്ട് ഒന്ന് മറ്റിനെ അപേക്ഷിച്ച് ശ്രേഷ്ഠമാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ബ്രാഹ്മണനായ ഇണ്ടത്തുരുത്തി നമ്പൂതിരിയെ സംബന്ധിച്ച്
മഹാത്മാഗാന്ധി അയിത്ത ജാതിയിൽപ്പെട്ടവനാണ്. ബ്രാഹ്മണർക്ക് ക്ഷത്രിയനോട് അയിത്തമുണ്ട്, ക്ഷത്രിയന് വൈശ്യനോട് അയിത്തമുണ്ട്, വൈശ്യന് ശൂദ്രനോട് അയിത്തമുണ്ട്. ഈ 4 ജാതിക്കാർ കേരളത്തിലെ ആ വർണ്ണവിവേചനം അനുസരിച്ച് ഏതാണ്ട് നായർ സമുദായം വരെയുള്ളവരാണ് ഈ വർണ്ണത്തിൽ പെടുന്നവർ. അതിന് താഴെ ഈഴവർ തൊട്ട് താഴോട്ടുള്ള ജനവിഭാഗങ്ങൾ വർണ്ണത്തിൽ പെടുന്നില്ല, അവർ അവർണരാണ്, വർണ്ണമില്ലാത്തവരാണ്. മറ്റുള്ളവർ സവർണരും. അവർണരായിരിക്കുന്നവർക്ക് എല്ലാവിധമായ അസ്വാതന്ത്ര്യവും അനുഭവിക്കേണ്ടത് വന്നു. അതെന്തൊക്കെയാണെന്ന് ഇവിടെ ഞാൻ പറയാൻ നിന്നാൽ വളരെ മണിക്കൂറുകൾ എടുത്ത് പറയേണ്ടി വരും. ഇവിടെ ദക്ഷിണാഫ്രിക്കയിൽ മഹാത്മാഗാന്ധി നടത്തിയ വർണ്ണവിവേചനത്തിനെതിരായ സമരത്തെക്കുറിച്ച്, മാർട്ടിൻ ലൂതർ കിങ് നയിച്ച സമരത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചുവല്ലോ. പക്ഷേ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ വർണ്ണവിവേചനമുണ്ട് എങ്കിലും അവിടെ 2 കൂട്ടരും ഒന്നിച്ചു വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ പട്ടിയും പൂച്ചയും പോലും നിർബാധം സഞ്ചരിക്കുന്ന വഴിയിൽ കൂടി അയിത്ത ജാതിയിൽപ്പെട്ടവനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സവർണരോടൊപ്പം അവർണന് നടക്കാൻ സ്വാതന്ത്ര്യമില്ല. ദക്ഷിണാഫ്രിക്കയിലുള്ള വർണ്ണവിവേചനം എങ്ങനെ രൂക്ഷമാണോ അതിനേക്കാൾ എത്രയോ ഭീമത്സമായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന അയിത്തം. പട്ടിയും പൂച്ചയും ഒക്കെ നിർബാധം സഞ്ചരിക്കുന്ന വഴിയിൽ കൂടി മനുഷ്യന് നടന്നുകൂടാ എന്നുള്ള ദുരാചാരം കേരളത്തിലല്ലാതെ ലോകത്തൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, ഞാൻ ഭാരതമൊട്ടാകെ സഞ്ചരിച്ചു, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി. അമേരിക്കയിലെ ചിക്കാഗോ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് 1896 വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഞാൻ ഈ രാജ്യമൊക്കെ സഞ്ചരിച്ചിട്ടും കേരളത്തിൽ കണ്ടതുപോലെയുള്ള ദുരാചാരം മറ്റൊരിടത്തും കണ്ടിട്ടില്ല. കേരളം മലബാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഭ്രാന്താലയമാണ്. ഭ്രാന്തന്മാരാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത്. നരൻ അശുദ്ധ വസ്തുവാണ് പോലും, ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും, നരകം ഇവിടമാണ് ഹന്തകഷ്ടം, ഹര ഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന് മഹാകവികൾ ദീനം ദീനം ദീനമായി വിലപിച്ചു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് മഹാത്മാഗാന്ധി അയിത്തമില്ലാതാക്കാൻ വേണ്ടി വൈക്കത്ത് വന്ന് ഇണ്ടംതുരുത്തി മനയിലിരുന്നു കൊണ്ട് സംസാരം ആരംഭിച്ചു. പക്ഷേ മുഖാമുഖം നോക്കി സംഭാഷണം ചെയ്യാൻ അനുവദിച്ചില്ല അയിത്തം. ഗാന്ധിജി ഇരിക്കുവാൻ വേണ്ടി പ്രത്യേകമായൊരു മറയുണ്ടാക്കി. അകത്തിരുന്നു കൊണ്ട് ഇണ്ടംതുരുത്തി നമ്പൂതിരിയും വെളിയിലിരുന്നു കൊണ്ട് ഗാന്ധിയും. ഇണ്ടംതുരുത്തി നമ്പൂതിരി സ്മൃതി വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ഞാനിപ്പോൾ സ്മൃതി വചനങ്ങൾ ഏതാണ്ട് ഉച്ചരിച്ചുവല്ലോ, ഈ സ്മൃതി വചനങ്ങളൊക്കെ ദൈവത്തിൽ നിന്നും ഉണ്ടായതാണെന്നാണ് വിശ്വാസം. ഇതൊക്കെ അപരിചയമാണെന്നാണ്, പുരുഷ നിർമ്മിതമല്ലെന്നാണ്, വേദനിർമ്മിതമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ബൈബിൾ അവർ വിശ്വസിക്കുന്നത് അത് ദൈവനിർമ്മിതമാണെന്നാണ്. ഖുർആൻ ദൈവനിർമ്മിതമാണെന്ന് ഇസ്ലാം വിശ്വസിക്കുന്നു. അതുപോലെ ഹിന്ദുക്കളുടെ ശ്രുതിയും സ്മൃതിയും ഒക്കെ ദൈവനിർമ്മിതമാണ്, അതിന് വിരോധമായി നിൽക്കാൻ പാടില്ല. വേദം അപരിചയമാണ്. ഇതൊക്കെയാണ് അന്നത്തെ പൊതുവായിട്ടുള്ള വിശ്വാസം. ഗുരുദേവൻ വേദം അപരിചയമാണെന്നുള്ളത് അംഗീകരിച്ചില്ല. വേദം അപരിചയമല്ല, പുരുഷ നിർമ്മിതമാണെന്ന് തന്നെ ഗുരുദേവൻ പറഞ്ഞു. വേദത്തിൽ തെറ്റുകൾ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്, അതെല്ലാം ദൂരീകരിക്കണമെന്നും ഗുരു അഭിപ്രായപ്പെട്ടു. മഹാത്മാഗാന്ധിയുമായിട്ട് ദീർഘമായി നടന്ന ആ സംഭാഷണം, അതിൽ ഇണ്ടംതുരുത്തി നമ്പൂതിരി അവതരിപ്പിച്ച യുക്തികൾക്ക് മഹാത്മാഗാന്ധി
അദ്ദേഹത്തിന്റെ ശൈലിയിൽ മറുപടി നൽകിയെങ്കിലും അതൊന്നും നമ്പൂതിരി അംഗീകരിക്കുവാൻ തയ്യാറായില്ല. പിന്നീട് ഇന്ദ്രന്തിരുത്തി നമ്പൂതിരിക്ക് മറുപടിയായി വന്നത് അന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന സംസ്കൃത പണ്ഡിതന്മാരിൽ പ്രമുഖനായിരുന്നു ചെങ്ങന്നൂരുണ്ടായിരുന്ന കൃഷ്ണൻ നമ്പ്യാതിരി. ബ്രാഹ്മണനാണ്. കൃഷ്ണൻ നമ്പ്യാതിരിയാണ് പിന്നീട് സ്വാമി ആഗമാനന്ദനായി മാറിയത്. ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമി അന്ന് സന്യാസിയായിട്ടില്ല. കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം വന്ന് ഇന്ദ്രന്തിരുത്തി നമ്പൂതിരിയായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് നമ്പൂതിരിക്ക് മറുപടി പറയാൻ സാധിക്കാതെ വന്നു. ഇന്നിപ്പോ ഇന്ദ്രന്തിരുത്തി മന എങ്ങനെ നിൽക്കുന്നു? നിങ്ങൾ വൈക്കത്തുകാർക്കല്ല ഇത് കൂടുതലും അറിയാവുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ഇന്ദ്രന്തിരുത്തി മന? ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസായി മാറി. ഇതുപോലൊരു സംഭവം ഗുരുവിന്റെ ജീവിതത്തിലും ഉണ്ടായി. ഗുരു SNDP യോഗത്തിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ കുട്ടനാട്ടിലുള്ള പള്ളാത്തുരുത്തിയിൽ എഴുന്നള്ളി. പള്ളാത്തുരുത്തിയിൽ ഗവൺമെന്റിന്റെ കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൽ ഗുരുവിന് വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കിയപ്പോൾ ആ കെട്ടിടത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ഒരു സവർണൻ, പേര് ഞാൻ പറയുന്നില്ല, ഗുരുവിന് താമസം വിലക്കി. TK മാധവന്റെ നേതൃത്വത്തിൽ യുവാക്കന്മാർ ആ കെട്ടിടം പൊളിക്കാൻ മുന്നോട്ട് നീങ്ങി. ഗുരുദേവൻ അവരെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് മനുഷ്യർക്ക് താമസിക്കാൻ യോഗ്യമല്ല, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ പിന്നീട് മനുഷ്യരവിടെ താമസിച്ചില്ല. ഇന്നും ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം കിടപ്പുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ വളരെ നീണ്ടുപോകും. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടു നിന്നു. ഗാന്ധിജി ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിൻ്റെ ശതാബ്ദി വർഷമാണിത്. അന്ന് ശിവഗിരിയിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് ഗാന്ധിയെ സംബന്ധിച്ച് അയിത്തം ഇല്ലാതാകണം എന്ന അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും ജാതി വ്യത്യാസം പ്രകൃതിയിൽ ഉള്ളതാണ് എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഗാന്ധി. ശിവഗിരിയിൽ ശാരദാമഠത്തിന്റെ സമീപം നിന്ന മാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു, ഈ മാവിന്റെ ഇലകൾക്ക് വലിപ്പ ചെറുപ്പ വ്യത്യാസമുണ്ട്, ശാഖകൾക്കും ഉപശാഖകൾക്കും വ്യത്യാസമുണ്ട്, മഞ്ഞ ഇലയും പച്ചിലയും തളിരിലയുമുണ്ട്. ഈ മാവിൽ കാണുന്ന വ്യത്യാസം പ്രകൃതിയിലുള്ള വ്യത്യാസം തന്നെയാണ്. അതുപോലെ മനുഷ്യരിൽ കറുത്തവരും വെളുത്തവരും നീളം കൂടിയവനും നീളം കുറഞ്ഞവനും മൂക്ക് പതിഞ്ഞവനും പതിയാത്തവനും ഉയരമുള്ളവരും ഇങ്ങനെ പല 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 രീതിയിൽ മനുഷ്യൻ ഭേദപ്പെട്ടിരിക്കുന്നു. അവർ ഒരു ജാതിയാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഗാന്ധിജി ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പ്രതിവചിച്ചത് ഗാന്ധിജി പറഞ്ഞത് ശരിയാണ്. ആ ഇലകൾക്കും ശാഖകൾക്കും ഉപശാഖകൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ ഇലകളിൽ എല്ലാറ്റിലും ശാഖകളിലും ഉപശാഖകളിലും എല്ലാം ഒഴുകുന്നത് ഒരേ ഒരു രസമാണ്, മാവിൻ്റെ രസം. മാവിൻ്റെ രസമാണ് എല്ലാറ്റിലും ഉള്ളത്. അതുപോലെ എല്ലാ മനുഷ്യരിലുമുള്ളത് ഒരേ ഒരു ഗുണമാണ്, മനുഷ്യത്വം എന്ന ഗുണം. അതുകൊണ്ട് മനുഷ്യന്റെ ജാതി ഏകമാണ്. അന്ന് സന്ധ്യാസമയത്ത് ശിവഗിരിയിലെ ശാരദാമഠത്തിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും അന്ന് കൂടിയ 100 കണക്കിന് ആളുകൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനാ യോഗത്തിൽ കുട്ടികൾ വേദമന്ത്രങ്ങൾ ചൊല്ലി, ഗുരുവിന്റെ ദൈവദശകം ചൊല്ലി, ഈശാവാസ്യ ഉപനിഷത്ത് ചൊല്ലി. മഹാത്മാഗാന്ധി പ്രത്യേകമായി അത് ശ്രദ്ധിച്ചു. വേദമന്ത്രങ്ങൾ ചൊല്ലുന്നു, ഉപനിഷത്ത് മന്ത്രങ്ങൾ ചൊല്ലുന്നു, ഗുരുവിന്റെ ദൈവദശകവും ഈശാവാസ്യ ഉപനിഷത്തും. ഗാന്ധിജി ആ കുട്ടികളെ അനുഗ്രഹിച്ചു, കണ്ണീർ വാർത്തു. എന്നിട്ട്
ഗാന്ധിജി പറഞ്ഞു, 100 സന്ദേശങ്ങൾ പറയുന്നതിനേക്കാൾ വലുത് ഒന്ന് പ്രാവർത്തികമാക്കുന്നതാണ്. ശ്രീനാരായണ ഗുരു അത് പ്രാവർത്തികമാക്കി. അങ്ങനെ പറയുവാൻ കാരണം, ഈ കുട്ടികൾ ബ്രാഹ്മണ കുട്ടികളുണ്ട്, ഈഴവ കുട്ടികളുണ്ട്, നായർ കുട്ടികളുണ്ട്, പുലയ കുട്ടികളുണ്ട്, ക്രിസ്ത്യാനി കുട്ടികളുണ്ട്. ഗുരുദേവൻ എടുത്തു വളർത്തി പഠിപ്പിച്ച കുട്ടികളാണ്. ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജയെ. അക്ഷരം പഠിക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയമൊഴുക്കി ഒഴിക്കണമെന്നും നാവ് കണ്ടിച്ചു കളയണമെന്നുള്ള വേദാനുശാസനം ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അയിത്തജാതിയിൽപ്പെട്ടവർ ഒന്നിച്ചിരുന്ന് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത് കേട്ടപ്പോ ജാതിയുടെ ഐത്തത്തിന് നിരർത്ഥത ഗാന്ധിജിക്ക് ബോധ്യമാവുകയാണ്. ആ മാവിന്റെ ഇലകൾ വിഭിന്നമായിരുന്നാലും ഉള്ളത് ഒരേ ഒരു രസമാണെന്ന് ഗുരു പറഞ്ഞതിനെ ഓർത്തുകൊണ്ട് ഗാന്ധി ആ കുട്ടികൾ പല നിറത്തിൽ പലതായി കാണുന്നു എങ്കിലും അവരിലുള്ളത് ഒരേ ഒരു ഗുണമാണെന്ന് ഗാന്ധി മനസ്സിലാക്കി. ഗാന്ധിജി തിരുവനന്തപുരത്ത് പോയി മഹാറാണി തിരുമനസിന്റെ ഗസ്റ്റായി താമസിക്കാൻ തീരുമാനിച്ചിരുന്ന ഗാന്ധി അന്ന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ അതിഥിയായി വൈദിക മഠത്തിൽ താമസിക്കുന്നു. ഒരു ദിവസം അങ്ങനെ ഗാന്ധിജി ശിവഗിരിയിൽ താമസിച്ചു. ഗാന്ധിജി മടങ്ങി പോകുമ്പോൾ പറഞ്ഞു, എൻ്റെ ദക്ഷിണേന്ത്യൻ പര്യടനം പൂർത്തിയായി. പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരുസ്വാമികളെ ഒന്ന് കാണാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ പരമഭാഗ്യമാണ്. സത്യാഗ്രഹം പിന്നെയും നീണ്ടു. ഏറ്റവും അവസാനം വൈക്കം സത്യാഗ്രഹത്തിന്റെ സമാപനം കുറിക്കപ്പെടുന്നത് പോലീസ് കമ്മീഷണറായിരുന്ന ഒരു പിറ്റ് സാഹിബ് ഉണ്ടായിരുന്നു, അന്നത്തെ പോലീസ് കമ്മീഷണർ. ആ പിറ്റ് സാഹിബ് മഹാത്മജിയുമായി ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ചർച്ച നടന്നത്. ഗുരുവിൻ്റെ ആലുവ അദ്വൈതാശ്രമം. അവിടെ വെച്ച് സുദീർഘമായി ചർച്ചകൾ നടന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സത്യാഗ്രഹം അവസാനിപ്പിക്കാം എന്ന് തീരുമാനമായി. പക്ഷേ ഗാന്ധിജിക്കോ ടി കെ മാധവനോ സത്യാഗ്രഹികൾക്കോ പരിപൂർണമായ തൃപ്തി നൽകിക്കൊണ്ടായിരുന്നില്ല അതിൻ്റെ പര്യവസാനം. ഏത് വഴിയിൽ കൂടിയാണോ സഞ്ചരിക്കുവാൻ വേണ്ടി വൈക്കം സത്യാഗ്രഹം ഇത്ര ത്യാഗപൂർവം കാറ്റും മഴയും വെയിലും മഞ്ഞും സഹിച്ച്, മാത്രമല്ല വലിയ മഴക്കാലത്ത് 1999 വലിയ വെള്ളപ്പൊക്കത്തിൽ കഴുത്തറ്റം സത്യാഗ്രഹികൾ നിന്ന് കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് സത്യാഗ്രഹം നടത്തിയതിൻ്റെ ആ ത്യാഗത്തിൻ്റെ ഫലം വേണ്ടവണ്ണം ലഭിച്ചു. വിജയികളായി എന്ന് പറയാൻ സാധിക്കില്ല. അന്നുണ്ടായ തീരുമാനം ഒരു പുതിയ വഴി വെട്ടി ആ വഴിയിലൂടെ നടന്നുകൊള്ളുക. അങ്ങനെ ഒരു പുതിയ വഴി വെട്ടി അതിലൂടെ നടക്കുവാനാണ് തീരുമാനമായത്. മാധവൻ സത്യാഗ്രഹം പിൻവലിക്കപ്പെട്ടതിന് ശേഷം വൈക്കത്തെ വലിയൊരു ആശ്രമത്തിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഖേദപൂർവം ദുഃഖിച്ചുകൊണ്ട് സംസാരിച്ച കാര്യങ്ങളുണ്ട്. മാധവന്റെ ജീവചരിത്രത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം അങ്ങനെ പൂർണ്ണമായ വിജയത്തിൽ പര്യവസാനിച്ചില്ല എങ്കിലും കേരളീയ സമൂഹത്തിലുണ്ടായിരുന്ന അയിത്തത്തിന്റെ മാറാലകൾ ഒരു പരിധിവരെ തുടച്ചു നീക്കാൻ സാധിച്ചു. മഹാനായ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥയും വിവിധ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒന്നായി കൂട്ടായി നിന്ന് ഒരു വലിയ ലക്ഷ്യം സാധ്യതമാകുന്നതിന് വേണ്ടി ചെയ്ത സമരവും സത്യാഗ്രഹവും ഒക്കെ കേരളത്തിലെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ചരിത്രത്തിൽ നമ്മുടെ വടക്കുംചേരി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമാനമായ മറ്റൊന്നില്ല. പക്ഷേ വലിയ ഖേദം, കഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല.
ഇവിടെ അധ്യക്ഷൻ തൻ്റെ പ്രസംഗത്തെ സൂചിപ്പിച്ചു, നമുക്ക് ശേഷം ആര് ഇത് ഏറ്റെടുത്ത് നടത്തും? അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. അടുത്ത തലമുറയെ സജ്ജമാക്കണം. ഇവിടെ ഇരിക്കുന്നതിൽ നല്ല ശതമാനവും 60, 70 ഒക്കെ കഴിഞ്ഞവരാണ്. പുതിയ തലമുറയിലേക്ക് ഈ ദർശനം, ഈ സന്ദേശം എത്തിക്കണം. മഹാത്മാഗാന്ധിയുടെ മതപരമായും രാഷ്ട്രീയമായും ഒക്കെയുള്ള മഹോന്നതമായ തലങ്ങൾ പുതിയ തലമുറ മനസ്സിലാക്കണം. ഏതായാലും വൈക്കം സത്യാഗ്രഹം ഒരു പഠന വിഷയമാക്കിക്കൊണ്ട് 3 ദിവസത്തെ ക്യാമ്പ് നടത്തുവാൻ സന്നദ്ധമായ ഈ സംഘടനകൾ, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള വിവിധ സംഘടനകളുടെ കൂട്ടായ്മ തീരുമാനിച്ചത് എത്രയും അഭിനന്ദനീയമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായരെയും അതുപോലെ ശ്രീ MN ഗോപാലകൃഷ്ണ പണിക്കർ അവറുകളെയും ശ്രീ ബാലകൃഷ്ണനെയും അതുപോലെ ശ്രീമാൻ കാട്ടായിക്കോണം ശശിധരനെയും ഇവരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇതിന് മുഖ്യ പരിപാടിയായി നയിച്ചുകൊണ്ടിരിക്കുന്ന ജേക്കബ് വടക്കാഞ്ചേരിയെയും ഇതിൽ വന്ന് പങ്കാളികളായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ അവസരത്തിൽ ശിവഗിരിക്ക് വേണ്ടി, ശ്രീനാരായണ ഗുരുവിന് വേണ്ടി, ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയ്ക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പഠനം അനർഗളമായി മുന്നോട്ട് നീങ്ങട്ടെ. കൂടുതൽ 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 അറിവുകൾ സംശീകരിച്ച് സത്യത്തിൻ്റെ പഥത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള വെളിച്ചം നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചൈതന്യത്തിൻ്റെ ധാരയിൽ ഈ ത്രിദിന ക്യാമ്പ് ഇവിടെ സംഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു. നമോ വാഴ.